ബില്യാസറിന്റെ അവസ്ഥ നോക്കുന്ന ഞങ്ങളെ പള്ളിയുടെ ദക്ഷിണ ദക്ഷിണ കന്നഡ ജില്ലയിൽ 99% പള്ളിയുടെ അവസ്ഥ എങ്ങനെ? പള്ളിക്ക് വന്നെങ്ങ ഒന്ന് റൗണ്ട് ഒന്ന് വൃത്തിയാക്കണത് ഫസ്റ്റ് അല്ലേ? എല്ലാ മതിൽക്കും 10 പാട്ടി വെച്ച് വേറെ 10 പാട്ടി ഉണ്ടുകൊണ്ട് ബാളക്കാർ ഒരാൾ നായി തേച്ചതുപോലെ, ഒരാൾ ബൊഗ്ഗി തേച്ചതുപോലെ, ഒരാൾ പൂച്ച തേച്ചതുപോലെ, ഒരാൾ എറുത്ത് തേച്ചതുപോലെ, ഒരാൾ മക്കളെ കുളിപ്പാട്ടൊക്കെ കാല് നീട്ടി തേക്കുന്നത് പോലെ ഇങ്ങനെയുള്ള റൗണ്ട് പള്ളിയുടെ റൗണ്ട് മതിലൊന്നും വൃത്തിയാക്കില്ല. പിന്നെ പില്ലർ ഒന്ന് വൃത്തിയാക്കും. പില്ലറുടെ അപ്പർ സൈഡിലൊന്നോ എതിർ സൈഡ് ജണ്ടാൾ, ഇപ്പർ സൈഡ് ജണ്ടാൾ, കിബിൽ അങ്ങനത്തെ ഇങ്ങനത്തെ അത് ആയാൽ പിന്നെ കട്ടിലെ പിരിക്കത്തില്ല. അവിടെ എറിഞ്ഞു പള്ളിയുടെ പള്ളി നോറോടി ആൾ മാറി എറിഞ്ഞു വിട്ടു. പിന്നെ പിന്നെ സമാവിടെ പിന്നെ ഇതെല്ലാം ഞങ്ങളുടെ റായത്തെ സമ്പ്രദായം. പിന്നെ ഒരാളുടെ പള്ളിയുടെ മാളിക കണ്ട് പള്ളിയുടെ മാളിക എത്തിയിട്ട് ബന്ധപ്പെടുത്ത് ഫസ്റ്റ് കൊണ്ട മാളിക അപ്പോയിന്റ്മെന്റ് എടുക്കുന്നത് മാളിക അവിടെ പിടിച്ചിട്ട് പണി എന്തേ കയ്യിൽ മൊബൈൽ ചാറ്റിങ്ങും മീറ്റിങ്ങും കുത്തുബത്തിന് കതുക്കാമസലത്ത് ഉറക്കാത്ത ആയത് സമയത്ത് അനുബന്ധികൾ തെച്ചിട്ട ബാക്കി ഇങ്ങനത്തത് കൊറിയ. ഇനി പള്ളിയുടെ ബാക്ക് സൈഡിൽ വന്നവണോ ബാലക്കാര കുറെ ബാലക്കാര അവസ്ഥ എന്തേ കയ്യിൽ മൊബൈൽ പിടിച്ചത് ഓൺലൈനിലേക്ക് എടുത്ത് വന്നിട്ട് പർത്തത്തെ പള്ളിയിൽ വന്നിട്ട് തെച്ച ഉൾക്കത്തെ പള്ളിയിൽ കാലി ജാഗ്രത പർത്തത്ത് വന്നിട്ട് തെച്ച അവിടെ വെച്ചിട്ട് ലാസ്റ്റത്തോളം ഔട്ട് തെച്ച. ഇതെല്ലാം കൂലി കിട്ടുക വേണ്ട പള്ളിക്ക് വേണ്ടി നേരത്തെ സന്തപാട്ട് ആരെങ്കിലും എന്തെങ്കിലും ചൊല്ലൊരു പള്ളിക്ക് പോകത്തവണ് നാളെ പൊതുവളക്കറി അവണൊക്കെ പെണ്ണു ജുമാഅത്ത് സമയത്ത് പോകേണ്ട അടിച്ചുള്ള ലൈക്ക് വന്നിട്ട് പള്ളിക്ക് പോകേണ്ട ക്രമം എങ്ങനെ? ഇമാമിയുടെ നേരെ ബാക്ക് സൈഡിൽ തെല്ല് വളത്ത് ഭർത്ത ഭാഗത്ത് കയറ്റി ഇമാമിയുടെ നേരെ ബാക്ക് സൈഡിൽ ഫസ്റ്റ് പോയി തീക്കണം. പിന്നെ ഇടത്ത ഭാഗത്ത് തീക്കണം. പിന്നെ വളത്ത ഭാഗത്തിൽ, പിന്നെ ഇടത്ത ഭാഗത്തിൽ, പിന്നെ വളത്ത ഭാഗത്തിൽ, പിന്നെ ഇടത്ത ഇങ്ങനെ 2 ലൈനും 2 ഭാഗം ഒരേപോലെ ഫില്ലാക്കിണ്ട് പോകണം. ഒരു ലൈൻ മാത്രം ഭർത്തിയാക്കി പോകേണ്ടതല്ല. 2 ലൈൻ ഒരേ 2 ഭാഗവും ഒരു ലൈനിന്റെ 2 ഭാഗവും ഇമാടെ വളത്തെയും ഇടത്തെയും ഭാഗം ഇമ്പറുടെ വളത്തെയും ഇടത്തെയും ഭാഗം ഫുള്ള് ഓരോരാളിങ്ങനെ ഫില്ലാക്കിണ്ട് അകലാക്കിണ്ട് പോടും. അത് കഴിഞ്ഞ് പിന്നെ 2ാമത്തെ സപ്പിൾ തീക്കണോ നടുല് വന്ന് വീക്കൊണ്ടോ 2ാമത്തെ സപ്പിൾ പിന്നെ വന്നോ അവന്റെ വളയട ഇങ്ങനെ ഫില്ലാക്കിണ്ട് പോടും. ഒത്തരക്കിടുന്ന ക്ലിയർ ഇക്കിട സപ്പ് അത് റഹ്മത്ത് അനുഗ്രഹീത സപ്പ് ഞങ്ങളുടെ റായത്തിൽ അങ്ങനെ നടക്കടാ. എന്റെ ഉസ്താദ്മാർ എല്ലാ വെള്ളിയാഴ്ചയും ചൊന്ന് പേടിഞ്ഞു പോണ്ട്. ഞങ്ങൾ ആൾമാർ ഇങ്ങനെ സുധാറില്ല സുധാർ തയ്യാറായി ನಾನು ಊಡಮೆ ನಂಡೆ ಪಿಲ್ಲರ್ ಪಂಡ ನಂಡೆ ಉಮ್ಮ ಬೆತ್ತಪ್ಪ നേർച്ചാക്കിട്ട് ഈ പില്ലർ നിക്കുള്ളതിലുണ്ട് ചാവടെ കൊടുത്തോളാം പില്ലറിൽ പള്ളിയിൽ ആളിക്കട്ട് ഇല്ലാണ്ടിക്കല്ല ആ പില്ലർ ഉണ്ട്. ഇതെല്ലാം ബദലാവണാക്കണോ? ഇത് ഇസ്ലാമിന്റെ സംസ്കൃതിക്ക് വിരുദ്ധ. 1000 ചൊല്ലോക ഇൻഷാല്ലാഹ് ഇന്നൊക്കെ നോക്കാം. ഇന്ന് വിളിപ്പറണ്ടൊന്നുമില്ല ഇങ്ങനെ വാദി ചെന്നി. അപ്പോ വിഷയതല്ല ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തിരുസുന്നത്ത് റിട്ടർൻ പോവാണ്ട് രക്ഷപ്പെടുക സാധ്യയില്ല. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സുന്നത്ത് പഠിപ്പാട്ട പവിത്രമായ കേന്ദ്രല്ല മദ്രസ. നിന്റെ മക്കൾക്ക് ചെറിയ വയസ്സിലെ 5, 6 വർഷം 7 വർഷം ആകുമ്പത്തേക്ക് എങ്ങനെ മുടി വെയ്ക്കണോ, എങ്ങനെ താടി വെയ്ക്കണോ, താടി പറാത്തെ മീസ പറാത്തെ മക്കൾക്ക് പഠിപ്പാട്ടി കൊടുക്കണം. മീസ എങ്ങനെ വെയ്ക്കണായത്, താടി എങ്ങനെ വെയ്ക്കണായത്, ഉഗ്രപ്പെടുക്കണോ, എങ്ങനെ എടുക്കണോ, എന്താസ് എടുക്കണോ, അത് പഠിപ്പാട്ടി. ടോയ്ലറ്റിക്ക് എങ്ങനെ പോണോ പറഞ്ഞോ അത് പഠിപ്പാട്ടി കൊടുത്തു. ഉറങ്ങുമ്പോ എങ്ങനെ, എണിക്കുമ്പത്തേക്ക് എങ്ങനെ പഠിപ്പാട്ടി കൊടുത്തു. കണ്ണാടി നോക്കുമ്പത്തേക്ക് എന്തിനു ചെല്ലണോ നിന്റെ മക്കൾക്ക് 2ാം ക്ലാസ് 3ാം ക്ലാസ്സിൽ പിന്നെ ഉസ്താദന്മാർ ബായ്പാട്ടാക്കിയറ്. തലയുടെ മുടി അങ്ങനെ കട്ടാക്കണം ഉസ്താദുമാർ ബായ്പാട്ടാക്കി കൊടുത്തറ്. അതെല്ലാം പരീക്ഷയുടെ ടൈമുള്ളൂ. നിന്റെ മക്കത് എന്തെല്ലാം എഴുതിയറ്, ബായ്പാട്ട് എഴുതിയറ്. മക്കൾക്ക് ഗൊന്തുണ്ട് ഒരു മുസ്ലിമുടെ ജീവന എങ്ങനെ ദൈനംദിന ദിനചര്യ എങ്ങനെ ചെന്നിടാവ് ഗൊന്തുണ്ട്. അവന് എഴുതിയ ഫസ്റ്റ് റാങ്ക് എടുത്ത 5ാം ക്ലാസ്സിൽ പ്രസന്റേഷനും സർട്ടിഫിക്കറ്റും 7ടെയും സർട്ടിഫിക്കറ്റും നാളെ കൊടുക്കുകൊണ്ടു. എന്തിനാ സർട്ടിഫിക്കറ്റ് ചെന്നെങ്കിൽ അതൊരു ബർക്കത്ത് മാത്രം ഉള്ളതല്ല. നിന്റെ മോണ് ഒരു മുസ്ലിമായിട്ട് എങ്ങനെ ജീവനം നടത്തണോ ചെന്നിട്ടു സമ്പൂർണ്ണ പഠിച്ചിട്ട് പാസ്സായിട്ട് റാങ്ക് എടുത്ത് സർട്ടിഫിക്കറ്റ് ആയിട്ട് കിടത് അവനക്ക് കൊണ്ടുണ്ട്. എങ്ങനെ പറയണോ, എങ്ങനെ എണിക്കണോ, എങ്ങനെ കുളിക്കണോ, എങ്ങനെ ഹൈല് കുളിക്കണോ, എങ്ങനെ നിഫാസ് കുളിക്കണോ, എങ്ങനെ മയ്യത്ത് കുളിപ്പാടണോ, എങ്ങനെ ജനാബത്ത് കുളിക്കണോ, എന്തെല്ലാം രൂപത്തിൽ എപ്പോഴുള്ള സുന്നത്ത് കുളിയുണ്ടോ, എപ്പോഴുള്ള ഒളിവെടുക്കണോ, എല്ലാം പഠിച്ചിട്ട് പാസ്സായി എല്ലാം പഠിച്ച സർട്ടിഫിക്കറ്റ് ആയിട്ട് നാളെ നിന്റെ മക്കൾക്ക് കിട്ടുക പോണ്ടത്. മോളെ, പെങ്ങളെ, പെണ്ണുങ്ങളെ, നിന്റെ മക്കളെ ആ സർട്ടിഫിക്കറ്റ് കിട്ടിയ അർഹതയുടെ കാട്ടുക നീ ബുഡ്രടി മോളെ. നിന്റെ പിരിസത്തെ ബാപ്പന്മാരെ
നിന്റെ മക്ക പരിശുദ്ധ ഇസ്ലാം പഠിച്ചതനുസരിച്ച് ജീവനെടുത്തൊക്കെ നീ അനുമതി കൊടുക്കട ഇല്ലല്ലേ? നിന്റെ മക്ക ദീന് പഠിക്കണത് നീ നിന്റെ മക്കളെ ദീനെടുക്കുന്നോണ്ടുള്ള ഉസ്താദ് പഠിപ്പാട്ടിത് മുടി മുണ്ടത്തെ പിടിച്ചിട്ട് നെറ്റിനെ പിടിച്ചിട്ട് പെരടിനെ കൊടുത്തുള്ള ഒരേ പോലെ കട്ടാക്കണോ? യാരെ കൊറടിയാ കുകുത്തീറ പെരടിനെ കീഴ് കാണാൻ മുടി ബൂള കുത്തീറ. ഈ രൂപത്തിൽ ഒരേ രൂപത്തിൽ മുടി ചെറുതാക്കണോണ്ട് ഉസ്താദ് പഠിപ്പാട്ടിത്ത്. ആ ചെറുക്ക വന്നിട്ട് പള്ളി നിസ്കരിച്ചോണ്ടുണ്ടോ ടൊപ്പി വെച്ചിട്ട് സുജൂദിനെണിക്കുമ്പോ ടൊപ്പി കീഴ് പോന്തു. ഉസ്താദ് പിറകു നോക്കണ സന്ദർഭത്തില് താണ് പഠിപ്പാട്ട് ശിഷ്യയുടെ തലല് ടൊപ്പിയില്ല. തല നോക്കണ സന്ദർഭത്തില് കുറെ മക്കളുടെ അവസ്ഥ നോക്കൂ. തല നോക്കുന്ന സന്ദർഭത്തിൽ കക്കൂസുകളുടെ ബ്രഷ് പോലെ ഡൊങ്കൂടെ ബ്രഷ് ഉണ്ട് എന്നുള്ള കാര്യത്തിൽ കക്കൂസുകൾക്ക് പെണ്ണിങ് അങ്ങനെ ഉണ്ടോ? തലമുടി കട്ടാക്കിയ ചന്ത നടുവ് മാത്രമേ അങ്ങനെ ഏതോ ഒരു ഈ മുള്ളു പന്നി ഷെൽഡറല്ലേ, കാട് പന്നി ഷെൽഡർ പിടിവീച്ച് കൊള്ളുടർ അങ്ങനെ കണ്ടുകൊണ്ട് തല അറേ ഉസ്താദിന്റെ ശിഷ്യ നിന്റെ മോണും അവനക്ക് സർട്ടിഫിക്കറ്റ് 5ാം ക്ലാസ്സിലും 7ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും പാസ്സായ ഇസ്ലാമിക്ക് വിരുദ്ധമായ പിക്ചർ ആക്ടർമാരും ക്രിക്കറ്റ് പ്ലെയർമാരും ഫുട്ബോളും വോളിബോളും പ്ലെയർമാർ വെച്ച് ആ നാടകത്തെ ഹറാമായ മുടി വെച്ചവനക്ക് സർട്ടിഫിക്കറ്റ് ഇസ്ലാം അല്ലേ? ഇതാറ് ഉസ്താദ്മാർ മുടിയുടെ മാത്രമാ അല്ല. ഉസ്താദ് ചെന്ന രൂപത്തിൽ മുടിയെടുക്കുക മോണ് തയ്യാറുള്ള അബ്ബ വിടില്ല, അബ്ബക്കത് ചന്ത കാണ്ടില്ല. ഉസ്താദ് ചെന്ന രൂപത്തിൽ ഡ്രസ് എടുക്കും മോണ് റെഡിയുള്ള അബ്ബ തയ്യാറല്ല. നിന്റെ പിറുസത്തെ സഹോദരി, നിന്റെ പിറുസത്തെ മോളെ 7ാം ക്ലാസ്സും 8ഉം 9ഉം 10ാം ക്ലാസ്സിലൊക്കെ നിന്റെ മോളെ കടത്തിയോണ്ടുള്ള ദർസക്ക് പണ്ട സന്ദർഭത്തിൽ പൂർണ്ണമായിട്ടും ഔറത്ത് മറന്നിട്ട് കൈയുടെ മുങ്കൈ തോള ഫർദയിട്ടിട്ട് മാത്രല്ല മുഖം മാത്രം കാണ്ട രൂപത്തില് തലയുടെ മുടി കാണാണ്ട് പെരടി കാണാണ്ട് കഴുത്ത് കാണാണ്ട് കാള് കാണാത്ത രൂപത്തില് സമ്പൂർണമായിട്ടും ഔറത്ത് മറക്കട രൂപത്തില് നിന്റെ മോളെ മദ്രസക്ക് നല്ല രൂപത്തില് കടത്തര്. നിന്റെ മക്കറ്റെന്ന് ഉസ്താദ്മാർക്ക് വലിയ പിരിസ സ്വന്തം മക്കളെ പോലെ. എന്ത് ദീനയുടെ സംസ്കൃതി, എന്ത് നല്ല സ്വഭാവ, എന്ത് ചന്തകാണ്ട് പെണ്ണിന്റെ ഡ്രസ് കാണുമ്പോ അല്ലാഹുടെ പേടിക്കട രൂപത്തിൽ വസ്ത്രധാരണാക്കട പെണ്ണ് നല്ല കുടുംബായിട്ടിക്കോ, ഓളെ ഉമ്മ നല്ലവളായിട്ടിക്കോ, ബാപ്പ നല്ലവളായിട്ടിക്കോ. ഉസ്താദ്മാർ തപ്പ് പേരിച്ചു പോയർ, തപ്പ് പേരിച്ചില്ല ഉസ്താദ്മാർ നേര് പേരിച്ചില്ലല്ലേ. ഓളെ ഹണ പറകുന്താവണെങ്കിൽ ഈ ദർശക പണ്ട സ്വാലിഹത്തായ പെണ്ണയുടെ ഉമ്മയുടെ ഹണ പറകുന്താവണോണ്ട് കണ്ടെങ്കിൽ വിദ്യാണ്ട് സുബൈഖ് ഉസ്താദ് ബെൽത്തങ്കടിക മൈക്കാൽത്തുക പോകു വേണായിട്ട് ബസ് സ്റ്റാൻഡിൽ അങ്ങനെ നിൽക്കുന്ന സന്ദർഭത്തില് ഇന്നലെ ദർശക പൂർണ്ണ ഔറത്ത് മറച്ചിട്ട് ദീനിയായ വസ്ത്രധാരണം ധരിച്ച പെണ്ണ് തൊക്കുളുടെ അടിത്തോളം മൂലാഞ്ചി വീഴ്ചിട്ട് തൊക്കുളുടെ അടിത്തോളം കാണുന്ന രൂപത്തിൽ പാതി ഡ്രസ് ഇട്ടുകൊണ്ടു ഏതോ പിറാത് നായി മേളുക പോകുന്നത് വല്ല കീറി പറഞ്ഞ ഡ്രസ് ഇട്ടുകൊണ്ട് തല കൊടുക്കേണ്ട ശാല സമയത്ത് ഇല്ലാണ്ട് മുടിയുടെ വിവിധ രൂപത്തിൽ വർണ്ണനാക്കിയിട്ട് മുടിയുടെ വിവിധ രൂപത്തിൽ വിന്യാസാക്കിയിട്ട് നാണം കെട്ട പിക്ചർ ആക്ടറുടെ പോലെ ഹീറോയിനെ പോലെ കണ്ട് ആപ്പനയുടെ ബസ് സ്റ്റാൻഡിൽ ബസ് കാത്തോണ്ടുള്ള ആള് ദർസ് ബർമുത്ത് ഉസ്താദ് നമ്പീർ ഓളുമ്മ നല്ലവളുണ്ട്, ഓളുമ്മ എങ്ങത്തവളുണ്ട്. എന്തിരെ ബസ് സ്റ്റാൻഡില്ല അല്ല ചുറ്റുഭാഗത്ത് സ്കൂൾക്ക് കോളേജ് പോകുമ്പോൾ നോക്കണം മക്കളെ അവസ്ഥ. നാട്ടക്കല്ലേ ഒരു ഭാഗത്ത് ഒരു മുഖം നല്ല മുഖം, ഇന്നൊരു മുഖം പിടക്ക് മുഖം, സീക്ക് പിടിച്ച പേര് അത് സ്വർഗത്തേക്ക് പോണ്ടില്ല. കൽബുക്ക് സീക്ക് പിടിച്ചിട്ട് നന്നാവുക നല്ലാവുക നിന്റെ മക്കളെ നിങ്ങൾ വിടല്ലേ വേണ്ട. നാ നിങ്ങളുടെ ഇന്നൊന്ന് കേൾക്കറേ, ബേജാറാക്കേണ്ട ആരെയും പറയിടല്ല, ബേജാറാക്കേണ്ട ദയവ് ചെയ്ത് യാഥാർത്ഥ്യ. 8ാം ക്ലാസ് 7ാം ക്ലാസ് പാസ്സായ പെണ്ണുമക്കുക ആണുമക്കുക യാസിനത് ബണ്ട 7ാം ക്ലാസ്സിന്റെ സർട്ടിഫിക്കറ്റ് നിന്റെ മോണുക ഫാത്തിഹയും ഖുൽ ഹുവല്ലാഹു ഖുൽ അഊദു ബിൽ ഫലഖ് അർത്ഥവും ബണ്ട. ആ കിടാവ് പിന്നെ ടോയ്ലറ്റും ബാത്റൂമും ഒരു നാളും അധികം തസ്ബീഹ് നിന്റെ മക്ക ഉറങ്ങട സന്ദർഭത്തിൽ ഊതു എടുത്തിട്ട് ഉറങ്ങട ക്രമം ഉണ്ടാ ഇല്ല. കുറെ ആളുകളെ ഉസ്താദ്മാർ അങ്ങനെ മങ്ങ പരിപാടിയില്ല. ഞങ്ങളുടെ ഉസ്താദ്മാർ തലക്ക് ഉസ്താദ്മാർ തലക്ക് സുലാഭത്തിൽ ഇട്ടാർ അല്ല എല്ലാം കേസ്. ഉസ്താദ്മാർ പഠിപ്പില്ല, ഈ വർഷം ഉസ്താദ്മാർ പഠിപ്പില്ലാണ്ട് ഉസ്താദർ ബദലാക്കണം. ഉസ്താദാവല്ല സുലാഭത്തിൽ ആവത്ത് ഉസ്താദല്ല നീണാവത്തെ നീന സമയില്ല. നീ രാജനാമ വെച്ചിട്ട് നിന്റെ ആൾക്ക് നിന്റെ കൊണ്ടാവല ഈ പണി എന്തുകൊണ്ടിട്ട് ഉസ്താദ് സമമുള്ള ഏഴല്ലേ 7 ഗಂಟೆ 8 ಗಂಟೆത്തോളം ചിലപ്പോ സൂര്യോദയ ആകുമ്പോൾ ലേറ്റ് ആവും. കുറെ പ്രായത്തിൽ 6:30 ഗಂಟೆയുടെ 8 ഗಂಟೆത്തോളം, കുറെ പ്രായത്തിൽ 6:15 7:45 ഏതും ആവട്ടു 6:30 ഗಂಟೆ 7 ഗಂಟೆക്ക് ദർസ് തുടങ്ങെടുക്കും അല്ലേ. 7 ഗಂಟೆക്ക് ദർസ് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ 7:30 ഗಂಟೆത്തോളം മക്ക വന്നോണ്ടിരിക്കും. ഉസ്താദ് സിയാറത്ത് ഉസ്താദ് മരിച്ചിറ ഉണ്ടാട്ട് നോക്കാട്ട് ഒന്നും
7:30 ಗಂಟೆಗೆ 7:45 ഒന്ന് അപ്പുറത്തെ ഡോറിൽ ഇഞ്ഞു പോയിട്ട് ഇന്നൊന്ന് ഇപ്പുറത്തെ ഡോറിൽ ഇഞ്ഞു അപ്പുറത്ത് വന്ന് ഇപ്പുറത്ത് പോയിട്ട് 7:15 7:45 ಅಂದ್ರೆ 7 ಗಂಟೆಗೆ തുടങ്ങിയിട്ട് 7:30 ಗಂಟೆത്തോളം ಬಂದೋನ್ ಟಿಕೆಟ್ 7:45 ಬರ್ತಾಗು തുടങ്ങിയിട്ട് എന്തിക്ക് ഇംഗ്ലീഷ് മീഡിയമിന്റെ റിക്ഷ ಬಂದು ഉസ്താദ് ഇംഗ്ലീഷ് മീഡിയമിന്റെ ബസ് ಬಂತು ഉസ്താദ് ഇംഗ്ലീഷ് മീഡിയമിന്റെ കാർ ಬಂದು ഉസ്താദ് 8:15 ഇംഗ്ലീഷ് മീഡിയമിന്റെ ബസ് ಬಂದು 7:55 ഇംഗ്ലീഷ് മീഡിയമിന്റെ ടിപ്പർ ಬಂದು ജെസി ಬಂದು ഹിറ്റാച്ചി ಬಂದು ഫ്ലൈറ്റ് ಬಂದು ട്രെയിൻ ಬಂದು ഓരോന്ന് ಬರ್ತಾಗು തുടങ്ങിയത് മദ്രസ കാലി ദർസ് വിടുമ്പോൾ ടാന ബെല്ലടിക്കുമ്പോൾ 40 മക്കൾ ഇന്നവിടെ 4 മക്കളെ കണ്ടു നിന്റെ മക്ക ഉസ്താദിന്റെ കയ്യിൽ എത്ര ഗಂಟೆಗೆ കിടിച്ചുള്ളൂ 1/4 ഗಂಟೆ 1/2 ഗಂಟೆക്കില്ല ഒരു പീരീഡ് ഒരു ഉസ്താദ് ഒരു നേരം 3 പീരീഡ് പഠിപ്പാട്ടും ഒരു പീരീഡ് ചെന്ന് 3/4 ഗಂಟೆ 2.5 ഗಂಟೆ പഠിപ്പാട്ടും 3 പീരീഡ് വേണ്ട 40 നിമിഷത്തെ പോലെ കണ്ടെങ്കിൽ 2 ಗಂಟೆ കിട്ടണം ഒരു കിടാവ് ഓത്തു 40 നിമിഷത്തെ പോലെ 2 ಗಂಟೆയുടെ ഓത്ത് മിനിമം കിട്ടും വേണ്ട ഉസ്താദ് എന്ന പോലെ 7 ಗಂಟೆಗೆ തുടങ്ങി 8:30 ಗಂಟೆ 1.5 ಗಂಟೆ ഓത്തെങ്കിലും കിട്ടും ഉസ്താദ് പഠിപ്പാട്ടുക നിങ്ങളെ മക്കളെ കടത്തി കൊടുക്കൂടാ ഇല്ല ഓടി ഇംഗ്ലീഷ് മീഡിയം ആയിട്ട് ಬೇಗ ഓടിയും പറഞ്ഞോടും ഇന്ന കടത്തല ടൈമിൽ ಬೇಗ കടത്തോറ അതും കടത്തല ഒരു 1/4 ഗಂಟೆ 1/2 ഗಂಟೆ 2.5 ഗಂಟೆ ഓത്ത് എങ്ങനെ പഠിപ്പാട്ട് വെച്ചുള്ളൂറുള്ള എങ്ങനെ പഠിപ്പാട്ട് ഉസ്താദ് കലക്കിട്ട് ബീത്ര ബസ് തിങ്ങണ ഉസ്താദ് എന്തെങ്കിലും പണ്ടത്തെ ഇത് ഉണക്കെ ഒലക്കെ നെല്ല് കുത്തരുത് അതൊക്കെ ഉപ്പുമ്പെല്ലാം കുത്തിയിട്ട് എല്ലാം പൊടിയാക്കിയിട്ട് കലക്കിട്ട് മക്കൾ കൂടി പാട്ടി കടത്താൻ ഡെയിലി സുബഹിക്ക് വന്നേ വറുത്ത് അതങ്ങനെ ആക്കിടത്തല്ല അത് പഠിപ്പാട്ട് സമയം എവിടെ നിങ്ങൾ ദൂഷണാക്കിടല്ല ഞങ്ങളെ പരിസ്ഥിതി അങ്ങനെ ആയിരു സ്കൂൾക്ക് നിങ്ങളെ മക്ക 8:30 ಗಂಟೆಗೆ പോയിട്ടുണ്ടെങ്കിൽ നിന്റെ മക്ക സ്കൂളിന്റെ പണ്ട് 4.5 ಗಂಟೆ 5 ಗಂಟೆಗೆ കനിഷ്ഠ പക്ഷത്തിൽ മിനിമം നിന്റെ മക്ക 6.5 ಗಂಟೆ 5.5 ಗಂಟೆ മക്കൾക്ക് ഓത്തു സ്കൂളിൽ അല്ലേ അവിടെ സ്കൂളിൽ എഡ്യൂക്കേഷൻ കിട്ടു അതുകൊണ്ട് 2ാം ക്ലാസ് 3ാം ക്ലാസ് പോകുമ്പോഴത്തേക്കും മക്ക ഇംഗ്ലീഷ് പളക്ക പറയുക തുടങ്ങിട്ട് കന്നഡ പളക്ക പറയുക തുടങ്ങിട്ട് 10 വർഷം പഠിച്ചിട്ട് മോണെങ്കിൽ അറബി പളക്ക പറയുക പറ്റില്ല ഈ 1/4 ഗಂಟೆಲಿ എന്തെല്ലാം ഉസ്താദ് പഠിപ്പാട്ട ചെല്ല് നീനൊന്നും 6 ಗಂಟೆ അവിടെ പഠിപ്പാട്ടിട്ട് ബറു പുരുഷത്തിലെ കിടാവ് 5 ಗಂಟೆ ഈറായത്തിലുള്ള അങ്ങനത്തെ ഹാവളി ഉണ്ടാണ്ട് ഗൊന്തുള്ള പിറാന്ത് ഉണ്ടാണ്ട് തരിയല്ല മക്കൗത്ത് ബറു പുരുഷത്തിലെ കുറെ സിറ്റി ഏരിയത്തിലല്ല വന്നപുറത്ത് ഒരു കയ്യിൽ കയൽ അല്ലേ ചമച്ച കയ്യിൽ കരിവിത്ര കയ്യിൽ പിടിച്ചോണ്ട് ഉമ്മ പിന്നൊരു കയ്യിൽ മാച്ചെല്ലാം ചുറ്റി പിറകെ ഇങ്ങനെ പിടിക്കിട് കിടാവ് ഉണ്ടിട്ട് ഉണ്ണോക്ക് തിന്നോക്ക് എന്തെങ്കിലും കൊടുത്തു മാച്ചെല്ലാം ചുറ്റി പോണ്ടയിലുള്ള ട്യൂഷൻ പട്ട ട്യൂഷൻ കൊടുത്തിട്ട് 2 ಗಂಟೆ ട്യൂഷനിൽ പോയിട്ട് എന്തിർത്തെ ഖുർആൻ പഠിപ്പാട്ടൊക്കെ ട്യൂഷൻ അല്ല ഫാത്തിഹ പഠിപ്പാട്ടൊക്കെ ട്യൂഷൻ അല്ല ബദൽ ഇംഗ്ലീഷ് പഠിക്കുക വേണ്ടിട്ട് 6 ಗಂಟೆ പഠിച്ചത് ഇന്നൊക്കെ പഠിപ്പാട്ടൊക്കെ വേണ്ടിട്ട് 2 ಗಂಟೆ പോയിട്ട് ട്യൂഷനക്ക് പാട്ടി 700 800 1,500 പതുക്കെ ചെലവ് ബേറമേ തിങ്ങൾ എന്ത് ഇൻട്രസ്റ്റ് മക്കളെ പഠിപ്പാട്ടു അല്ലാഹുവിന്റെ ദീന പഠിപ്പാട്ടു ഉസ്താദിനെ മുട്ട ഒരു 1/4 ಗಂಟೆ ദൈപ്പാട്ടു പുരുഷത്തില്ല അല്ലേ അവിടെ ഉടറായത്തെ വന്തിക്കെല്ലാം ഞാൻ കേൾക്കില്ല നമ്മളെല്ലാം ബറാബറിക്കു കാരണം കൊറിയ ഉസ്താദ്മാർ യാറെ മൊഹല്ലത്തങ്ങളുള്ളത് പടച്ചറബ് ധാരാളം ആഗ്രഹം ചൊരിച്ചു കൊടുക്കുമാറാവട്ടെ എന്നും കൊറടിയാക്കിയിട്ട് ഇക്കല ചെന്നൊരു പേരിക്കടെ എന്ത് നിങ്ങൾ സ്കൂൾക്ക് കൊടുക്കുന്നതിന് 10 1 കൊടുത്തേക്കും ഇതിന്റെ റായത്തെ പള്ളി ഒരു തിങ്ങളുടെ ഒരു ടിവി ഒരു തിങ്ങൾക്ക് നിന്റെ മോളെ മൊബൈൽ റീചാർജ് ഒരു നാള് നിന്റെ ബൈക്കും കാർക്ക് പെട്രോളിന്റെ പൈസ തിങ്ങൾക്ക് കൊടുത്തെങ്ങമൈ നിന്റെ റായ അഭിവൃദ്ധിയാക്കട് ഉസ്താദ്മാർക്ക് നീ ബെമ്പള തെല്ല് സമയ ഉസ്താദിനെ മുട്ട നിന്റെ മോണ ഉസ്താദ് 1 ಗಂಟೆ മദ്രസയിൽ ദയിക്കണം അത്ര നേരം പഠിപ്പാട്ട് ചെന്നു തെല്ല് നേരം വേഗം മക്കളെ കടത്ത ഇത് ഉമ്മ മേണിക്കടെ 8:30 ಗಂಟೆಗೆ പിന്നെ 7:30 ಗಂಟೆಗೆ കിടാവ് അങ്ങനെ പോയിട്ട് എത്ര ചൊല്ലുറോള അങ്ങനെ ചുമ്മുണ്ട് സീമിത സമയത്ത് നിന്റെ മക്കൾക്ക് അത്രയും പഠിപ്പാട് വലിയ ബിസി അത് പടച്ചുറപ്പാർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കും തമ്പുരാനെ അത് മുസ്താദിനെ പോലത്തെ ആള് പണ്ടേതൊക്കെ പരിചയുന്ന ആള് താൽമയുന്ന നല്ല സ്വഭാവശൈലി റായത്തെ അഭിവൃദ്ധി എന്തു ആക്കുകുത്തീറും ആള് അതുകൊണ്ടല്ലേ ചൊമ്മൂടെ ബാക്കിയായത് അള്ളാഹു ഇന്നും ധാരാളം ആഫിയത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യുമാറാവട്ടെ ഏതുമാവട്ടെ ബിസിയ മനുഷ്യരെ അള്ളാഹുടെ ദീനയുടെ ഒളിക്കൊക്കെ നോക്കണോ പുറത്തോ പൊളിക്കൊക്കെ നോക്കണതല്ല പാലക്കാറ പള്ളിക്ക് അവല് വക്ത് എല്ലാ ജമാഅത്തും പടച്ച തമ്പുരാന്റെ പള്ളിക്ക് കൊണ്ടതുപോലെ എന്റെ പെരുസറ്റ പെങ്ങളെ ഉസ്താദ്മാർ പഠിപ്പാട്ടിയതുണ്ടല്ലോ നിന്റെ മക്കോ അത് നിന്റെ മക്ക ആക്കിടറാട്ടൊന്നത്തില്ല നോക്കുക തീരെ എനിക്ക് നിന്റെ മോളോ ടോയ്ലറ്റും ബാത്റൂമൊക്കെ പോണ്ട സന്ദർഭത്തിൽ തല മറന്നിട്ട് ഷാലിട്ടിട്ട് പോയിടല നിന്റെ മോള് ബാത്റൂമൊക്കെ പോണ്ട സന്ദർഭത്തിൽ തലക്ക് ടൊപ്പിട്ടവളെ മൂത്ത് കെട്ടിറണ ടോയ്ലറ്റ് ബാത്റൂം പോണ്ട വിസപ്പെട്ടു നിസ്കരിക്കും പള്ളി വരുമ്പോഴത്തേക്ക് കുറെ ടൊപ്പി പൊട്ടിട്ട് ചട്ടി അയക്കില്ല ഇങ്ങനത്തെ പരിസ്ഥിതി അല്ലേ അതിൽ അകത്തിയില്ല കൊറേ ആൾ
ടോയ്ലറ്റ് ബാത്റൂമുക്ക് പോകേണ്ട സന്ദർഭത്തിൽ ശൈത്താൻ എത്ര ഉപദ്ര ഇല്ലാണ്ടാവുകയാണ്. തലമറക്കണോ? പരിശുദ്ധ ഇസ്ലാം പഠിപ്പാട്ടുകൊണ്ടുണ്ടോ? നിന്റെ മോള് തലമറക്കടല. ഉറങ്ങട സന്ദർഭത്തിൽ ബിസ്മിയും ഹംദും സ്വലാത്തും അതല്ല ചെന്നിട്ട് അതേപോലെ ഒരു സൂറത്ത് ഖുർആനുടെ സൂറത്ത് ഓതിട്ട് കുറെ ദിക്ർ തസ്ബീഹ് ചെന്നിട്ട് കിടക്കണോ? അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പാട്ട് നിന്റെ മക്കതങ്ങനെ ആക്കിയോണ്ടുള്ളറാ. 3 വട്ടം ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് ഓതിയെങ്കിൽ ഒരു ജുസു ഖുർആൻ ഖതഇടി ഓതിയതുപോലെ അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പാട്ട് അത് ഓതിട്ട് നിന്റെ മക്ക കടക്കടറ. 3 വട്ടം ഖുൽ ഹുവല്ലാഹു അഹദ് ഓതിട്ട് നിന്റെ മക്ക കടക്കടറ. എന്തല്ല ഇല്ല മനുഷ്യരെ പഠിക്കുകയും പഠിപ്പാട്ടും എന്തെങ്കിലും നിങ്ങളെ ജീവിതത്തിൽ അളവടിക്കാക്കുക നിങ്ങൾ പ്രയത്നാക്കണമ. ചിന്തനാക്കണായ വിഷയം മുസ്ലിമേ, നിങ്ങളെ സ്വഭാവത്ത് നിങ്ങളെ ചെറുപ്പിലോ അതേപോലെ നിങ്ങൾ ഇട്ട ഡ്രസ്സില് നിങ്ങളെ ജീവന പദ്ധതിയിൽ അല്ലാഹുവിന്റെ ദീനിനെ പൂർണ്ണമായിട്ടും ഫോളോ ആക്കുക പ്രയത്നാക്കണം. കേട്ടുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെലട് ഏതെങ്കിലും ഒരാള് നിന്റെ ഹയാത്ത് നിന്റെ സുന്നത്ര ഹയാത്താക്കിയെങ്ക നിന്റെ സുന്നത്ര അളവടിക്കാക്കിയെങ്ക പടച്ച തമ്പുരാനവന്റെ ഖൽബിൽ അല്ലാഹു പ്രകാശത്തെ കൊടുക്കടാ. തങ്ങളെ സുന്നത്ത് അളവടക്കാക്കി അവന്റെ ഖൽബിൽ അല്ലാഹു ഈമാൻ കൊടുക്കടാ, പ്രകാശത്തെ കൊടുക്കടാ. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെലട് ആളുമാരെ ഖൽബിൽ ഈ മനുഷ്യന്റെ മേൽ അല്ലാഹു മുഹബ്ബത്ത് ഇട്ട് കൊടുക്കടാ, ഫിർസത്ത് ഇട്ട് കൊടുക്കടാ. ആളുമാരെ ഖൽബിൽ അല്ലാഹു തആല സുന്നത്തായ കർമ്മ ആക്കട മനുഷ്യന്റെ മേലിന്റെ ഖൽബിലെ മുഹബ്ബത്തിനെ പടച്ച തമ്പുരാൻ ഇട്ട് കൊടുക്കടാ. ഒരാളുമാർ റായത്തങ്ങ പരിചയിന്നങ്ങ ഉറുത്തയിന്നങ്ങ സമേത എതിർ കണ്ടെങ്ക ഒരു സലാമു ചൊല്ലുക സമേത നെനപ്പാവില്ല. സലാം ഒന്ന് ചൊല്ലണു ചെന്നിട്ട് നെനപ്പേ ആവില്ല. ഒരാളെ മൂസുണ്ട് നോക്കി കൊറയാളെ മുഖം നോക്കുമ്പോഴത്തേക്ക് സലാമുണ്ട് ബായിൽ തന്നാളത്തേക്ക് വേണ്ട വേണ്ടി ചെന്നമല്ല തന്നാളത്തേക്ക് ഉസ്താദ് ഒരു റൂട്ടിൽ പോണ്ടു വേണ്ട. ഉസ്താദ് പരിചയമില്ലാത്തൊരു പറായത്തൊരു ഉസ്താദ് നിങ്ങളെ റായത്തിൽ ഇങ്ങനെ നടന്നുകൊണ്ട് പോണ്ടു. അയാളെ ഡ്രസ് കാണുമ്പോത്തുകോ അയാളെ മുഖ കാണുമ്പോത്തുകോ അയാളെ ആ നടത്ത കാണേണ്ട സന്ദർഭത്തുള്ള ഈമാൻദാരി തന്നാൾക്ക് നിന്റെ ഖൽബിലുണ്ടാവിടൂ. ആ ഉസ്താദ് കണ്ടവർക്ക് നിന്റെ ബായിൽ അസ്സലാമു അലൈക്കും സലാം ബത്ത് നീ ബേനിട്ടല്ല കാത്തു വെച്ചിട്ട് ചെന്നതല്ല കണ്ടവർക്ക് വന്നു പോയത്. നീ ബസ്സിൽ പോകേണ്ട സന്ദർഭത്തിൽ നിന്റെ ഒട്ടിക്ക് ഒരു ഉസ്താദ് പത്തിട്ട് ടിക്കറ്റ് എടുക്കടവണ് വന്ന കണ്ടക്ടർ വന്ന ടിക്കറ്റ് എടുക്കുന്ന സന്ദർഭത്തിൽ ഉസ്താദെ നിങ്ങളുടെ ടിക്കറ്റ് നാണ് കൊടുക്കൂടേണ്ടി നീ ചെന്നെ ഉസ്താദിനെ പരിചയമില്ല, ഇന്നും പളക്ക പറഞ്ഞിട്ടില്ല, ആറിട്ട് കൊന്നില്ല. ഒട്ടിക കണ്ടവർക്ക് ഒന്ന് ടിക്കറ്റ് കൊടുക്കാണ്ട് മനസ്സായത് ഒന്ന് ഹോട്ടലിൽ കണ്ട ഉസ്താദെ നിങ്ങളത് നാണ് കൊടുക്കുക, ബില്ല് നാണ് കൊടുക്കൂടെ. അങ്ങനെ ഈ രൂപത്തിൽ ആ ഉസ്താദ് കണ്ടവർക്ക് സീറ്റ് അടിച്ച് കൊടുക്കൂടെ. പരിചയമില്ല, മുന്നോട്ട് നോക്കിയിട്ടില്ല, കൊന്നില്ലാത്ത ഒരാള് കണ്ടവർക്ക് ആ മനുഷ്യരെ പിരിസഭി കാണ്ട് ആ മനുഷ്യൻ കൊടുക്കാണ്ട് ആ മനുഷ്യരെ കാണുമ്പോൾ ഗണിച്ച് നിൽക്കാണ്ട് കണ്ടവർക്ക് കൊന്നു സലാമ ചെല്ലാണ്ട് കണ്ട് ഈ രൂപത്തിൽ മനുഷ്യ ആ ഉസ്താദിനെ പരിചയമില്ലാത്ത ഗുന്തില്ലാത്ത ഏതോ ഒരു റായത്തെ ഉസ്താദിനെ കണ്ടവർക്ക് എങ്ങനെ മോനെ നിന്റെ ഖൽബിൽ അങ്ങനെ ഒരു അട്രാക്ഷൻ ബന്ത് എങ്ങനെ നിനക്ക് കൊടുക്കാണ്ട് കൊന്തായത് ആറ് ചെന്ന നിന്റെ തന്നാൾക്ക് വന്നു പോയത് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പാട്ട് അത് ഉസ്താദാവനുണ്ടല്ലോ. അല്ലാത്തൊരു സാധാരണ മനുഷ്യവും പൂർണ്ണമായി സുന്നത്ത് പരിപാലനാക്കടേണ്ട കണ്ടെങ്കിൽ ആ താടില് ആ മീസല് ആ മുഖത്തില് ആ ഡ്രസ്സില് ആ നടത്തത്തില് ആ മുഖത്തില് കണ്ടവർക്ക് ഈമാൻദാരി പുണ്യ ഹബീബിയുടെ സുന്നത്ത് പാലനാക്കടാലുണ്ട് കൊന്താവിടോ. ആ മനുഷ്യരുടെ തന്നാൾക്ക് ഒരു ഗൗരവ ബണ്ട് നിങ്ങളുടെ കൽബുളോ, ഒരു ഗൗരവ ബണ്ട കൽബുളോ. ഒരു വയസ്സരങ്ങളുള്ള ഉസ്താദ് വയസ്സരങ്ങ മക്കൾക്ക് ഞങ്ങളുടെ മേലൊരു ബഹുമാനം ഇല്ല, ഒരു ഗൗരവം ഇല്ല. ഞങ്ങൾ എതിരിലെ കളിക്കിടറ് ബൊബ്ബയിട്ടറ് ഞങ്ങൾ ഏകവചനത്തിൽ പറയിടറ് മോഡ് ക്ലീന് ഷേവാക്കിട്ട് ഇന്ന കർമ്പിലത്തെ മുടിക്ക് കറുത്ത പെയിന്റിംഗും കൊടുത്തിട്ടു നിസ്കരിക്കൊക്കെ പള്ളിയിൽ ബാങ്ക് കേൾക്കുന്ന സന്ദർഭത്തിൽ ഖുർആൻ എന്നോട് റോഡ് സൈഡിൽ വെച്ചിട്ട് ഒരു ഹഖും ബാത്തിൽ എന്തിരണ്ട് ഗുന്തില്ലാണ്ട് ഒരു പ്രാണിയുടെ പോലെ നടക്കണ നിന്റെ ഏതോ പാലക്കാർ മക്കവ ഗൗരവത്തന്റെ ബിസേബുടു നിന്റെ സ്വന്തം മക്ക സമയത്ത് നിനക്ക് ഗൗരവ തറല. എന്തുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലുടെ സുന്നത്ത് പാലാനാക്കത്തെ മനുഷ്യരുടെ ഖൽബിൽ നിന്നിട്ട് പിറസപ്പാട് പടച്ചതമ്പുരാൻ എടുത്തു വിടുക. മൂന്നാമത്തേത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെലട് പരിശുദ്ധ ഇസ്ലാമിന്റെ സംസ്കൃതിയുടെ സുന്നത്തായ കർമ്മത്തെ ജീവനത്തിൽ അളവടിക്കാക്കെങ്കിൽ ശത്രുടങ്ങ സമയത്ത് കൊണ്ട് പേടിക്കിടറ് മുഹമ്മദ് മുസ്തഫ ശത്രുടങ്ങ സമയത്തെ പേടിക്കിടറ് മുന്നുള്ളൊരു കാലയും നിങ്ങളെ റായത്തില് ഏത് ഒരു മുബ്യാരിയുടെ ഒരു മുസ്ലിമിടങ്ങളെ കണ്ടവർക്ക് നമസ്കാരാക്കിക്കൊണ്ടിരുന്ന ഒരു കാല അല്ലേ. എത്ര വലിയവണും എങ്ങത്തവണും ഒരു മുസ്ലിമിനെ കണ്ടവർക്ക് നമസ്കാര സാഹിബരെ. ഇപ്പോ
ഇപ്പൊ എന്തുകൊണ്ട് അങ്ങനെ തിരിച്ചുള്ള അണ്ടത്തങ്ങ മുസ്ലിമായിട്ട് മുസ്ലിമിന്റെ പേര് മാത്രമേ ഉള്ളേ ആയിട്ടില്ല നോക്കിയുള്ളൂ മുന്നുള്ള ഞങ്ങളെ റായത്തിൽ അങ്ങനെ ചെന്നെങ്കിൽ ഈ അക്രമ സക്രമ ഗവൺമെന്റ് ജാഗകളൊക്കെ കെട്ടിട്ട് ഗവൺമെന്റ് ജാഗല് അക്രമമായിട്ട് അക കെട്ടിട്ട് വേലി കെട്ടിട്ടുണ്ടെങ്കിൽ ഗവൺമെന്റ് ഗൊന്തായ പുറത്തേക്ക് ഗവൺമെന്റ് ചെല്ലുന്നത് നീ സക്രമാക്ക് വിട്ടിട്ട് ഓടു നാണ് കവറാക്കട വലിച്ചെടുക്കണ്ടല്ല നീ അത്ര സക്രമാക്ക് 94C അല്ല 94CC ഏതെങ്കിലും കാണണൊക്കെ വന്നിട്ട് നീ സ്വന്താക്കളപ്പ ജാഗിരെ ഏക്കരഘട്ട ഗവൺമെന്റ് ജാഗയുടെ സ്വാധീനാക്കിട്ട് കൃഷിയാക്കിട്ട് വേലിട്ടിട്ട് വെച്ചപ്പോ ഗവൺമെന്റ് കിട്ടിപ്പോന്നപ്പോ ഗവൺമെന്റ് ചെല്ലിട്ട് നീ സ്വാധീനാക്ക് നീ സ്വന്താക്കതരെ നിനക്ക് എന്ത് റെക്കോർഡ് വേണോ നിങ്ങൾ ആക്കി തന്ന പഞ്ചായത്തില് ശമ്പളം കൊടുത്തിട്ട് ആളെ പാട്ടോണ്ട് പോയിട്ട് VAD മൗണ്ട് കണ്ടിട്ട് സിഗ്നേച്ചർ ഇട്ടിട്ട് റെക്കോർഡ് ആക്കി എടുത്തോള കാർഡ് ഇല്ലാത്തോണ്ട് ചെല്ലിട്ട് വരല എല്ലാവരും കാർഡ് എടുത്തോം പോറുള്ള അരിയില്ലാത്ത ചെല്ലുന്നത് ധർമ്മത്തുകൾ ഉറക്ക ചെന്നാൽ ₹1 ഉറക്കില്ല പിന്നെ ചെന്നറിയില്ലെന്ന് ധർമ്മത്തിക്ക് തണ്ട് അരിക്കുമ്പോഴേ തിന്നൊറല വോട്ടർ ലിസ്റ്റിൽ പേര് സേർപ്പാട്ടുള്ള പോയിട്ട് ഇത്ര ടൈം സേർപ്പാട്ടു ലിസ്റ്റിൽ പേരില്ലെങ്കിൽ വോട്ടർ ലിസ്റ്റിൽ പേരില്ലെങ്കിൽ സേർപ്പാട്ട് ID എല്ലാം എടുത്തോളൂ കാർഡ് എല്ലാം റെഡിയാക്കി വെച്ചോളൂ RTC എല്ലാം സമാക്കോറ് എന്തൊരു പേരും എടുത്തോളൂ കോരി ബാരി തന്നോണ്ടിരുന്നത് ഗവൺമെന്റ് ഇപ്പൊ ഗവൺമെന്റ് ചെല്ലിട്ട് വോട്ടർ ലിസ്റ്റ് കൊണ്ട് പേര് എങ്ങനെ വോട്ട് ഇടാത്തത് പോലെ വോട്ടർ ID അങ്ങനെ ക്യാൻസൽ ആവണോ ഡ്രൈവിംഗ് ലൈസൻസ് കൊണ്ട് എങ്ങനെ ഇല്ലാണ്ടാക്കണത് അവിടെ കാറിന്റെ വിത്ര നടന്നു പോകേണ്ടത് പോലെ എങ്ങനെ ആക്കണോ കാർ ഇന്നുകൊണ്ട് കൊടുത്ത ധർമ്മത്തുക്ക് കൊടുത്ത അരിയുടെ എങ്ങനെ വലിച്ചിട്ടുണ്ട് കാർ പാട്ടണോ അവന്റെ ജാഗയുടെ RTC അങ്ങനെ ഇല്ലാണ്ടാക്കണോ അവന്റെ ഔത്ര എങ്ങനെ ഭീതി പാലാക്കണോ അവന് ഇന്ത്യത്തവണെ അല്ലാണ്ടാക്കട് കാണണോ എങ്ങനെ കൊമ്പണ്ടേ ഈ രൂപത്തിൽ ചിന്തന ഉണ്ടങ്ങനല്ലേ അവൻ എങ്ങനെ ഈ റായത്തവണ അല്ലാണ്ടാക്കണം അവന്റെ ഈ റായത്തവണല്ല അവന്റെ പററായത്തവണ ആക്കണോ അവന്റെ എങ്ങനെ ജയിലിലിട്ടത് അവന്റെ എങ്ങനെ തപ്പ് കണ്ടുപിടിക്കണേ ചെന്നിട്ട് ഞങ്ങളുടെ കൊരാൽമാർ ഉസ്താദിൽ എന്ത് തപ്പ് കിട്ടേണ്ട നോക്കണേ ഓണ്ട് ദൗത്തിൽ ചീഞ്ഞ് നറിയുണ്ട് ആ ഏരിയത്തിൽ പോലെ മനുഷ്യന്മാർ പന്നി ബൽത്തരാക പോലെ ഒരാളാക നിസ്കരിക്കാത്തതും നോമ്പുടിക്കാത്തതും മോദിക്ക് ഖുർആൻ ഓതാത്തതും ജാതി കെട്ടതിക്കടെ ഒരാൾ പള്ളി ഉസ്താദ് മാത്രം സ്വർഗ്ഗത്തിക്ക് പോകണം നരകത്ത് പോയി പെഞ്ഞിമക്ക നരകത്ത് പോയെങ്കിൽ ബിസിയല്ല ഉസ്താദ് സ്വർഗ്ഗത്തിക്ക് പോകണം അങ്ങനത്തെ ദിക്കണ കൊരിയ ഈ രൂപത്തിൽ എന്ത്ര കിട്ടു ചന്ദ്രക്കാക്കടെ റായത്തവണല്ലാട്ടാക്കുക വേണമായിട്ട് ഗവൺമെന്റ് അവസ്ഥ പറയുക ഈ സമയത്ത് ഉപയോഗാക്കില്ല എന്തുകൊണ്ടിങ്ങനെ ആയിട്ട് ദൈനംദിന നാശത്തെയും ബേജാറുടെയും മുസ്ലിമിടങ്കു ദുഃഖത്തെയും വിസയല്ലാണ്ട് സന്തോളത്തെ വിസയ അധികാരി വർഗത്തിനിടെ കിട്ടിയോട്ടേയില്ല നേരല്ലേ ദൈനംദിന ഈമാനിന്ന മുസ്ലിമായ മനുഷ്യക ദൈനംദിന ബേജാറുടെയും പേടിയുടെയും ദുഃഖത്തെയും വിസയല്ലാണ്ട് നല്ല വിസ കിട്ടിയോണ്ടേയില്ല പെണ്ണുങ്ങളെ നോക്കിയിട്ട് കീസിൽ നിന്ന് കാസുക നോക്കിയിട്ടായത് ബാങ്കിൽ നിന്ന് ബാലൻസ് നോക്കിയിട്ടായത് ഇന്ന പൈസ മുഴുവൻ ഇല്ലാണ്ടായിട്ട് കടലാസ് പോലെ ആക്കിയിട്ടായത് ഇന്റെ പെണ്ണുങ്ങളെ കൽത്തുകും കാതുകും നോക്കിക്കൊണ്ടുള്ളത് ബംഗാരത്തെ ഉണ്ടോ 100 ഗ്രാമയുടെ കാണാറബിക്കുതീരാജ് എന്നിട്ട് പെണ്ണുങ്ങളെ കൽത്ര ബംഗാറ് സമയത്ത് ബലിച്ചെടുക്കുന്ന രൂപത്തിൽ നിന്ന് കാണോണ് വന്നോണ്ടുണ്ടോ ദൈനംദിന ഇല്ലാണ്ടാക്കടതെ പുറത്തു ഉണ്ടാവിടത് ഒന്നും കിട്ടിയോണ്ടില്ല എന്തുകൊണ്ടോട് തിരിയണോ ഇസ്ലാമുടെ പേരല്ലാണ്ട് ഇസ്ലാമുകളുടെ തങ്ങളെ കൽബുകളില്ലാത്തത് കൊണ്ടിട്ടോ ദീർഘചെല്ല മുസ്ലിമേ പടച്ച തമ്പുരാൻ നമുക്ക് തന്നെ അനുഗ്രഹത്തെ ഞങ്ങൾ മറന്നുകൊണ്ടുള്ള ദൈനംദിന അതുകൊണ്ട് നമുക്ക് നാശല്ലാണ്ട് നല്ലത് കിട്ടിയോണ്ടില്ല.